കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കണമെന്ന്. ഉണ്ടാക്കിയിട്ട് 3 ആഴ്ച ആയിട്ടുണ്ടെങ്കിലും പനിയും സൗണ്ടിൻ്റെ പ്രശ്നവും കാരണം ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടെടുക്കാം. അതുകൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാനിൽ ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ഗ്ലാസ് പാലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ടിത് കുറുക്കിയെടുക്കാം. നന്നായി കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ചീസ് സ്ലൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ചീസ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇതില്ലേലും കുഴപ്പമില്ല. ഇനി ഒരു ബൗളിലോട്ട് കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. മയോണൈസിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു ട്രേയിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അതിന് മേലെയായിട്ട് കുറച്ച് ഒറിഗാനോട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മയോണൈസിൻ്റെ സോസ് കൂടെ ഒഴിച്ച് എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഇതിന് മേലെ സെക്കൻഡ് ലെയർ ആയിട്ട് വീണ്ടും പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചിക്കനോട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഞാൻ ചീസിൻ്റെ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ മേലെയായിട്ട് വീണ്ടും കുറച്ചുകൂടെ മയോണൈസിൻ്റെ കെച്ചപ്പിൻ്റെ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കും ഇനി ഇതുപോലെ ലോഡഡ് ഫ്രൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.